I get so excited when I see my mulla garden. Then I have some kanagambarams. This reminds me of my childhood. Lot of moods. Lots of moods. അതാണ് ചെണ്ടുമുല്ലയ്ക്കും ഇഷ്ടം പോലെ മുട്ടുണ്ടായി വന്നിട്ടുണ്ട്. സോ എക്സൈറ്റിംഗ് ഫസ്റ്റ് സീസൺ. എനിക്ക് ടൈഗേഴ്സ് എൻജോയ് മമ്മീസ് മുല്ല ഗാർഡൻ. എടാ അത് തിന്നാനുള്ള സാധനമല്ല. ഓക്കെ ആരെയാ നോക്കുന്നത്? Tiger. Mullash is not in eating stuff. Whoa. Yeah. Tiger loves mullapoo. Taking the mummy in the mulla. So I am very excited to see this much jasmine flowers from my garden. This is just from last night. ഞാൻ ആപ്പടെ സങ്കടമെന്ന് വെച്ചാൽ നോർമലി ഈ ഫ്ലവേഴ്സ് എല്ലാം ഞാൻ പറിച്ച് മാലയൊക്കെ കേട്ടു. അപ്പം ഇന്നലെ വാസ് ലിറ്റിൽ ബിറ്റ് റെയിനിങ് ആൻഡ് ഐ വാസ് ലിറ്റിൽ ബിസി. ഞാൻ വിചാരിച്ചു ഇറ്റ് ഡിഡ്ന്റ് ഹാവ് ദാറ്റ് മച്ച് ഫ്ലവേഴ്സ്. പക്ഷേ ഇന്ന് നോക്കിയപ്പം മൈ ഗുഡ്നെസ്, കാരണം ഇതൊരു വലിയ ബൗളാണ് നിറച്ചും ഫ്ലവേഴ്സ്. വെരി എക്സൈറ്റഡ്, വെരി ഹാപ്പി, ബട്ട് ഐ എം വെരി സാഡ് ടു. എൻ്റെ ഫേവറേറ്റ് ഫ്ലവേഴ്സാണ്, എൻ്റെ ഹോബിയാണ്. സോ look at the flowers. And I have four jasmine plants and regular jasmine plants, and then I have one, I think kodamulle and thonu. Baby, where is the other flower? Inde athu njan tirichedutittarno there it goes. Da ide potha flowers. റോസാപ്പൂ പോലത്തിരിക്കുന്ന റോസാപ്പൂ. ടൈഗറാഷ് നോക്കുവാണ് താഴെ ഇരുന്നുണ്ട്. വാട്ട്സ് മമ്മി ഡൂയിങ്? ടൈഗറിന് ഇഷ്ടമാണ് ജാസ്മിൻ. എനിവേ എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇഷ്ടംപോലെ മുല്ലപ്പൂ കിട്ടുന്നുണ്ട്. ടൈഗർ, യു വാണ്ട് ടു സ്മെൽ? ഹീ ഡസൻറ്റ് വാണ്ട് ടു സ്മെൽ, ഹീ വാണ്ട്സ് ടു ഈറ്റ് ദം. ടൈഗർ സ്മെൽ ചെയ്യാം. അയ്യോ, എടുത്തോണ്ട് പോയി. സോ യെസ്റ്റർഡേ മുല്ലപ്പൂ പറിക്കാൻ പറ്റാത്ത സങ്കടത്തിന് എൻ്റെ ഹബി നേരത്തെ പറഞ്ഞു എല്ലാം പറിച്ചോളാൻ, മറക്കാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇത് അത്രയും വലിയ ബോളല്ലെങ്കിലും ഇതൊരു സ്മോൾ ബോളാണ്. നിറച്ചും കിട്ടി. ഇന്നലെയായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത്. ഇന്നും നോട്ട് ബാഡ്, റൈറ്റ് ബേബു? ഗുഡ് ഇനഫ്. സോ കുറച്ച് കഴിയുമ്പം എൻ്റെ ഹോബിയാണ്. ചെറുപ്പം മുതൽ ഈ ഫ്ലവറിനോട് ഇഷ്ടമായതുകൊണ്ട് ഞാനെല്ലാം കെട്ടി ഒരു ഫ്ലവർ മാലയൊക്കെ ഉണ്ടാക്കി ഇടും. എൻ്റെ ഹോബിയാണ് സമ്മർ ടൈമിൽ. ഇതാണ് എൻ്റെ മുല്ലപ്പൂ. ഞാൻ മോസ്റ്റ് ഓഫ് ദം പറിച്ചു. ഐ ക്യാൻ സീ ഇന്നും കുറേ കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കുടമുല്ലപ്പൂവിലും കുറേ മുട്ടുകളുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഞാൻ മോസ്റ്റ് ഓഫ് ദ മുട്ടുകൾ ഇന്നത്തേനുള്ള പറിച്ചു. 2-3 മുട്ടുകളും കൂടെ ഉണ്ട്. എല്ലാം എക്സാക്ട്ലി എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് anyway, it's exciting. Every time I see mullapoos, oh my God, I am so happy. That's why I have lots of mullas. ഇനി 10 മൂട് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഭർത്താവ് എന്നെ ഓടിക്കുമെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ഇറ്റ്. യാ. സോ ഇന്ന് എനിക്ക് ഇത്രയും കളക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. ആക്ച്വലി ഇറ്റ്സ് എ ലോട്ട്. സോ എൻ്റെ ഫേവറേറ്റ് ഹോബിയാണ് മുല്ലപ്പൂ ഉള്ള സമയത്ത് ഇങ്ങനെ പറിച്ച് ഇങ്ങനെ കെട്ടി ഞാൻ മാല ഉണ്ടാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഇവിടെ ഞങ്ങളാരും മുല്ലപ്പൂന്നും ഇടാറില്ല. പക്ഷേ ഞാൻ ചുമ്മാ മുല്ലപ്പൂ ഒത്തിരി ഉള്ളപ്പം വീട്ടിലിങ്ങനെ വെച്ചുകൊണ്ട് നടക്കും. പക്ഷേ ഐ തിങ്ക് എന്താ പറയുന്നത്, ചൈൽഡ്ഹുഡ് മെമ്മറിയിൽ ആണ്. ചെറുപ്പത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പഠിച്ചത്. പിന്നെ ഈയിടയ്ക്കാണ് ഞാൻ പിന്നെയും എനിക്കിവിടെ മുല്ല ഉണ്ടായ ശേഷം ഇങ്ങനെ പിന്നെയും ഞാൻ കെട്ടാൻ തുടങ്ങിയത്. സോ ഇങ്ങനെ ഇതാണ് എൻ്റെ സമ്മർ ടൈം ഹോബി.
ഇത്രയും മുല്ലപ്പൂ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആക്ച്വലി. നമ്മുടെ തന്നെ ബാക്ക് യാർഡിൽ നിന്ന് ഇത്രയും മുല്ലപ്പൂ കിട്ടുമ്പോഴത്തേന്. ടൈഗർ ഈസ് സോ ഹാപ്പി. ടൈഗർ ലവ്സ് ജാസ്മിൻ ഫ്ലവേഴ്സ്. തിന്നാനാണത് മാത്രം. ഞാൻ ഞാൻ എപ്പോൾ ഫ്ലവർ ഉണ്ടാക്കി അറിയില്ല. ഇങ്ങനെയാണ് ഞാൻ കെട്ടുന്നത്. ഒരു സർക്കിള് ചെറുപ്പത്തിൽ പഠിച്ചതാണ്. ഇങ്ങനെ ഒരു നൂലെടുത്തിട്ട് അത് സർക്കിൾ പോലെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് കയറ്റും. എന്നിട്ട് ഒരു മുല്ലപ്പൂ ഇവിടെയും വെക്കും, ഒരു മുല്ലപ്പൂ ഓപ്പോസിറ്റ് സൈഡിലും വെക്കും. ഇതൊന്നും ആയില്ല. ഇന്നത് ഭയങ്കര വലിയ ഫ്ലവർ ആയിരിക്കും ഞാൻ അത് കെട്ടി കഴിയുമ്പോഴത്തേന്. സോ മുല്ലപ്പൂ കെട്ടുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവ് പറഞ്ഞ് ഒരു ഗ്ലാസ് ടീ കുടിക്കാൻ പറഞ്ഞ്, ടീ അല്ല കോഫി കുടിക്കാൻ പറഞ്ഞ് കൊണ്ടു തന്നിട്ടുണ്ട്. ഒന്ന് കോഫി കുടിച്ചുകൊണ്ട് എൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതെ, ഇതെൻ്റെ ആദ്യത്തെ പാർട്ട് ഞാൻ ഉണ്ടാക്കി. വലിയൊരു ഫ്ലവർ മാലയായിരിക്കും ഇപ്രാവശ്യം. സോ ജസ്റ്റ് ഫ്രഷ് പാർട്ട് ആൻഡ് വിൽ സീ അറ്റ് ദ എൻഡ്. നമുക്ക് തീരുമ്പം കാണാം എത്ര നീളമുണ്ട്. അങ്ങനെ 1 മണിക്കൂറത്തെ എൻ്റെ ഹാർഡ് വർക്കാണിത്. സോ ഇത്രയും പൂവാണ് ഇന്ന് രാത്രിയിൽ എനിക്ക് കിട്ടിയത്. സോ വെരി എക്സൈറ്റിങ്. എൻ്റെ ആക്ച്വലി ഇത്രയും വലിയ പൂമാല ഞാൻ ഇതുവരെ തന്നെ കെട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഇതെൻ്റെ വീട്ടിലുണ്ടായ ഫ്ലവറാണ്. ഇറ്റ് ഈസ് വെരി എക്സൈറ്റിങ്. ഇത്രയും കിട്ടുമ്പോൾ നാളെ എത്ര കിട്ടുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പം ഒരാഴ്ച അടുത്താഴ്ച കൂടെ ഇച്ചിരി കിട്ടുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് വെട്ടിക്കളഞ്ഞിട്ട് പുതിയ 2 ആഴ്ച കഴിയുമ്പോൾ പുതിയതായിട്ട് പൊട്ടിക്കളിച്ച് പുതിയതായിട്ടുണ്ടാകും. സോ ഇറ്റ്സ് വെരി എക്സൈറ്റിങ്. കാരണം ഇത് ഇന്ത്യ അല്ല, ഇത് എവിടെയാണ്. അപ്പം ഇത്രയും ഫ്ലവറൊക്കെ ഒരു വീട്ടിലുണ്ടാകുമെന്ന് പറഞ്ഞത് വളരെ അമേസിങ് ആണ്. ഞങ്ങൾക്ക് അത്ര വലിയ യാർഡൊന്നുമില്ല. ഞങ്ങൾക്ക് അവിടെ 4 ജാസ്മിൻസേ ഉള്ളൂ. അതിൽ നിന്നാണ് ഇത്രയും ഫ്ലവേഴ്സ് കിട്ടിയത്. സോ ഇറ്റ്സ് വെരി എക്സൈറ്റിങ് ഫോർ മീ. I hope you enjoy seeing my മുല്ലപ്പൂ. എനിക്കെന്തായാലും എങ്ങും വെക്കാനൊന്നുമില്ല, എന്നാലും ഞാൻ വീട്ടിൽ വെച്ചുകൊണ്ട് കിടക്കും. അങ്ങനെ എൻ്റെ എക്സൈറ്റ്മെൻ്റാണ് ഇത്രയും മുല്ലപ്പൂ. ാണ് ഈ സെക്ഷനിൽ ഇത്രയും മുല്ലപ്പൂ ഇന്നും ഒട്ടും ഉണ്ടായിരിക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിറച്ചും ഫ്ലവർ കണ്ടോ. ഇത് ലാസ്റ്റ് വണ്ണായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് പ്രൂൺ ചെയ്ത് നിർത്തും. അതുമല്ല മറ്റേ എന്താ ജണ്ടുമുല്ലയോ അതും നിറച്ചുണ്ടായിട്ടുണ്ട്. ഈ സെക്ഷനിലെ ഞങ്ങൾക്ക് 3 പ്രാവശ്യം ഉണ്ടാകുന്ന ഈ സെക്ഷനിലെ ലാസ്റ്റ് ഫ്ലവറാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം വെട്ടി നിർത്തുമ്പോഴത്തേന് ഞങ്ങൾക്ക് അവിടെ സത്യം പറഞ്ഞാൽ 4 മൂടുണ്ട്. പക്ഷേ 1 കിളിച്ചിട്ടില്ല. പക്ഷേ ഈ 1 2 3 ആക്ച്വലി 3 ചെടിച്ചട്ടിൽ നിൽക്കുന്ന ഫ്ലവേഴ്സാണ് ഇത്രയും ഞങ്ങൾക്ക് കിട്ടുന്നത്. സോ അതിൻ്റെ എക്സൈറ്റ്മെൻ്റാണ് ഇത്രയും പൂവൊക്കെ ഉണ്ടാകുമ്പോഴത്തേന്. ഇന്ന് ഞാൻ ഇത്രയും ഇങ്ങോട്ട് നോക്കുന്നത് മുഴുവൻ നിറച്ച് മുല്ലമൊട്ടുകളാണ്. നിറച്ച് ഞാൻ സ്വപ്നപുത്തി പോലും വിചാരിച്ചില്ല ഇത്ര കാണുമെന്ന്. ഞാൻ വിചാരിച്ചു 2-3 വലിയ കാണുള്ളൂ. സോ ഇന്നലെ ഞാൻ പൂ കെട്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് മുല്ലപ്പൂ കുറവായിരിക്കുമെന്ന്. കാരണം ഇന്ന് ആക്ച്വലി ഇന്നാണ്
പൂ ആക്ച്വലി വളരെ കുറഞ്ഞു. ഇനി അടുത്ത ആഴ്ചത്തേന് കാണില്ല. 2 ആഴ്ചത്തേന് എനിക്ക് പൂ കിട്ടി. ഞാൻ വെരി ടയേർഡാണ്. എന്നാലും എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞാൻ എൻ്റെ മുല്ലപ്പൂ മാല ഞാൻ കെട്ടിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് പൂ കാണത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിരിക്കുന്ന ഇന്നലത്തെ പൂവ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഇപ്പോൾ എനിക്ക് എവിടെ കുരുങ്ങിപ്പോയെന്ന് തോന്നുന്നു. എനിവേ, ഇതാണ് ഇന്ന് രാത്രിയിൽ ഞാൻ കെട്ടിയ മാല. ചെറുപ്പത്തിൽ എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ മുല്ലപ്പൂ ഉണ്ട്. എനിക്ക് അങ്ങനെ തലയിലേക്ക് വെച്ചോട്ട് പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷേ ഐ ലവ് ഇറ്റ്. ഇതാണ് എൻ്റെ മാല. ഞാൻ ആ പടം വെരി ടയേർഡാണ്. പക്ഷെ ഞാൻ ഇന്ന് രാത്രി കുത്തിയിരുന്ന് കെട്ടി. ഇതിങ്ങനെ കൂടെ കുരുങ്ങിപ്പോയി. ഇനി വെച്ചോക്കെ അഴിക്കാൻ പറ്റത്തില്ല. ഇളകി വരുന്നുണ്ട്. കുറേയൊക്കെ ഞാൻ അടുപ്പിച്ച് കെട്ടി. കുറേയൊക്കെ ഞാൻ 2-3 കെട്ടി. കാരണം ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ഇത്രയും ഫ്ലവർ ഇന്നും കിട്ടിയത്. ഇന്ന് ഫ്ലവർ ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇന്നലത്തെ ഫ്ലവർ എൻ്റെ ഫ്രിഡ്ജിൽ വെച്ച് അതും ഇപ്പോഴും ഉണ്ട്. വലിയ മണമൊന്നുമില്ല. പക്ഷേ സോ നൗ ഐ ഹാവ് 2 sets of flowers. This smells so good. So now I have 2 sets of flowers. ഇത് വാടിയിട്ടൊന്നുമില്ല. as you can see. മണമില്ല എന്നേ ഉള്ളൂ. ഇതെൻ്റെ ഫ്രഷ് ഫ്ലവേഴ്സ് for today. സോ ഇതാണ് ഈ സെഷനുള്ള എൻ്റെ മുല്ലപ്പൂ കളക്ഷൻ. ഞാൻ വളർത്തി കഷ്ടപ്പെട്ടുണ്ടാക്കി എൻ്റെ വീട്ടിലുണ്ടാക്കിയതാണ്. അതാണ് എനിക്ക് വെരി സോ ഹാപ്പി. എനിവേ, ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞ് 1 മാസം കൂടെ കഴിഞ്ഞിട്ട് അടുത്ത പൂ ഉണ്ടാവും. സോ until then, enjoy my mullapoos, my jasmine. Anyway, thank you so much for watching my video. I hope you all enjoyed my mullapoo, and thank you for watching D&D's Passion. Thank you so much. Take care.